ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി സ്നാക്കിൻ്റേതാണ്. ഒരു ചീട അഥവാ മടക്കെന്നൊക്കെ പറയാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിൽ കുറേയധികം സ്നാക്കിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചീട ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു മിക്സിംഗ് ബൗളിൽ ഞാൻ 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ളും 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി സ്പൂൺ കൊണ്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പുട്ടിനൊക്കെ പൊടി നനക്കണവരെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യും പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകണം. നമുക്കിതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. വെള്ളം കുറേശ്ശെയായിട്ട് കുഴച്ചെടുത്താൽ മതി. വെള്ളം കൂടി പോകരുത്. കൂടുതൽ ലൂസും ആകാൻ പാടില്ല, കൂടുതൽ ടൈറ്റും ആകാൻ പാടില്ല. ആ പാത്രത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. മാവ് ഒട്ടും വെള്ളം കൂടി പോകാതെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുമായിരിക്കും. അതുപോലെ വറുത്തെടുക്കുമ്പോഴത്തേക്കും കൂടുതൽ എണ്ണ കുടിക്കുകയും ചെയ്യും. കുഴച്ചെടുത്ത മാവ് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വെച്ചോ അല്ലെങ്കിൽ ചപ്പാത്തി പലയിൽ വെച്ച് ഇതുപോലെ നീളത്തിൽ ഉരുട്ടിയെടുക്കണം. നീളത്തിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം കുഴച്ച മാവ് 4 തുല്യ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി 4 ഭാഗങ്ങളും കയ്യിൽ വെച്ച് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്ത ഉരുളകൾ ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ടവൽ വെച്ച് മൂടിയിടുക, അല്ലെങ്കിൽ പെട്ടെന്ന് മാവ് ഡ്രൈ ആയി പോകും. ഞാനിവിടെ ഇത് 2 വിധത്തിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ആദ്യം കുറച്ച് മാവ് തൂവിയതിന് ശേഷം ഒരു ഉരുള മാവ് എടുത്തിട്ട് ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കുക. കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. നീളത്തിൽ കനം കുറച്ച് ഒരു ഓവൽ ഷേപ്പിൽ ഞാൻ പരത്തിയെടുക്കുന്നത്. കനം കുറച്ച് പരത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇനി കുറച്ച് മാവ് കയ്യിലെടുത്ത് ഇതിൻ്റെ പുറത്തേക്ക് വിതറി കൊടുക്കണം. അതിനുശേഷം പായ തെറുക്കുന്നത് പോലെ ഇതുപോലെ ചുരുട്ടിയെടുക്കാം. ഇതുപോലെ തെറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ അറ്റം ഒന്ന് പതുക്കെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കൂടുതൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് യോജിപ്പിച്ചാൽ മതി. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത ഒരു പീസ് നമുക്ക് പതിയെ ഒരു കോയിൻ ഷേപ്പിൽ പരത്തിയെടുക്കണം. കൂടുതൽ ബലത്തിൽ വേണ്ട, ഒന്ന് പതുക്കെ പരത്തിയെടുത്താൽ മതി. ചെറിയൊരു ഡിസ്ക് പോലെ പരത്തിയെടുക്കുക. ഈ ഷേപ്പിൽ പരത്തിയെടുത്താൽ മതി. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പരത്തിയെടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് പതുക്കെ പ്രസ് ചെയ്തെടുത്താലും മതി. ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന 3 ഉരുളകളും നമുക്ക് കനം കുറച്ച് നേരിയതായിട്ട് പരത്തിയെടുക്കണം. ഓവൽ ഷേപ്പിലോ റൗണ്ട് ഷേപ്പിലോ വേണമെങ്കിൽ പരത്തിയെടുക്കാം. കനം കുറച്ച് പരത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കനം കുറച്ച് പരത്തിയെടുത്തതിന് ശേഷം ഇത് മാറ്റി വെക്കണം. ബാക്കിയുള്ള ഉരുളകളും ഇതുപോലെ തന്നെ കനം കുറച്ച് പരത്തിയെടുക്കുക. ഇനി പരത്തിയെടുത്തതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കൈകൊണ്ട് എല്ലായിടത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് പൊടി വിതറി കൊടുക്കണം. പൊടി വിതറിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന രണ്ടാമത്തത് വെച്ച് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ തടവി കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് പൊടി വിതറി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ കുറച്ച് പൊടി വിതറി കൊടുക്കണം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന മൂന്നാമത്തതും കൂടെ വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്കും കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിയും കൂടി വിതറി കൊടുക്കണം.
ഇനി ഇത് കൈകൊണ്ട് റോൾ ചെയ്തെടുക്കണം. ചുരുട്ടിയെടുത്തതിന് ശേഷം അറ്റമെല്ലാം കൈകൊണ്ടൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. കൂടുതൽ ബലത്തിലൊന്നും അമർത്തരുത്, ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു കത്തിയോ കട്ടറോ ഉപയോഗിച്ച് ഒരു 1 ഇഞ്ച് കനത്തിൽ ഒരു ചരിച്ച് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഷേപ്പ് കിട്ടും. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. 2 ഷേപ്പിലുള്ളത് നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വറുക്കാൻ തുടങ്ങാം. വറുക്കാനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന റൗണ്ട് ഷേപ്പിലാണ് ഞാൻ ആദ്യം വറുത്തെടുക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. കൂടുതൽ കുത്തി നിറച്ചിടരുത്. കുത്തി നിറച്ചിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടില്ല. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം സ്റ്റവ് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ ഉൾഭാഗമൊക്കെ പാകത്തിന് കുക്കായി കിട്ടിയുമുള്ളൂ. പുറമെല്ലാം നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയുള്ളൂ. എണ്ണയിലേക്ക് ഇട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് തിരിച്ചും മറിച്ചുമിട്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വരണം. പുറമെല്ലാം നല്ല ക്രിസ്പിയും ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവർ വറുത്തെടുക്കണം. നമ്മൾ ആദ്യം ഇട്ടത് മൂത്ത് പുറമെല്ലാം ചെറിയ ബ്രൗൺ കളർ നല്ല ക്രിസ്പിയും എല്ലാമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ചൂടായ എണ്ണയിലേക്ക് അടുത്ത ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഫ്രൈ ആയി കിട്ടാനായിട്ട് കുറച്ച് കൂടുതൽ സമയമെടുക്കും. ഇപ്പോൾ സ്റ്റവ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പാകത്തിന് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗമൊന്നും പാകത്തിന് കുക്കായി കിട്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് മൂത്ത് നല്ല ക്രിസ്പിയും ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്റ്റവ് ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം പാകത്തിന് കുക്കായി കിട്ടില്ല. അപ്പോൾ ഇത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി നല്ല ക്രിസ്പിയുമായ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള ടേസ്റ്റിയും യമ്മിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.